ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു മീനും മാങ്ങായും പീര വയ്ക്കാവേ. പെട്ടെന്നാക്കി എടുക്കാം കേട്ടോ. ഒരു 2-3 പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും 10-12 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ഇച്ചിരി കരിയാപ്പിലയും ഒരു മുഴുത്ത സവാള അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ നല്ല ദശക്കട്ടിയുള്ളൊരു മാങ്ങായും വേണം കേട്ടോ, നല്ല കാമ്പുള്ള മാങ്ങ. ഉണക്കമീനാണ്. ഈ ഉണക്കമീൻ്റെ പേര് പറയാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ആക്കിയതാണ്. ഇത് പല വേവിക്കലോ വഴറ്റിലോ പരിപാടികളൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും മുളക് പൊടി ഇട്ടങ്ങോട്ട് വേവിച്ചെടുക്കുന്നതുള്ളേ. പെട്ടെന്നായി കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളതേ. ഈ സവാളയാണേലും ചെറുതായിട്ട് അരിഞ്ഞിടണം കേട്ടോ. ഈ വലിപ്പത്തിൽ ഈ നീണ്ട് കിടക്കുന്നവരെ ഇട്ടാൽ പീര കഴിക്കുമ്പോൾ ഒരു സുഖമില്ലേ. ചെറിയ ഉള്ളി ഇട്ടാലും നല്ലതാണ്. ഞാനിപ്പോൾ ഒരു സവാളയായിട്ട് ഇടുന്നത്. ഞാനിവിടെ സ്ഥിരമായിട്ട് സവാള ഇടാറ്. സവാള ഇടുന്ന ഇവിടെ കൂടുതലും എല്ലാവർക്കും താല്പര്യം. ഉള്ളി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, എന്നാലും സവാള ഇടുന്ന കേട്ടോ കൂടുതലും നല്ലത്. പിന്നെ നമ്മൾ ഈ മാങ്ങ വലിപ്പത്തിലിടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചില ആൾക്കാർക്ക് മാങ്ങ കഴിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാനും നന്ദുക്ക് ഇതിൻ്റെ മാങ്ങ മാത്രമേ കഴിക്കുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതിൻ്റെ പീരഭാഗങ്ങളാട്ടോ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഒരു 2-2.5 സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിളച്ച് വരുന്നോടം വരെ അത് കുക്ക് ചെയ്യണം കേട്ടോ. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയത് എന്തോരം തേങ്ങ ഇട്ടാലും അത്രയും നല്ലതാണ് കേട്ടോ. തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുത്തേച്ച് വീണ്ടും നമ്മൾ അത് തേങ്ങ ഇട്ടിട്ട് ഇപ്പം നമ്മൾ ഇളക്കണ്ട, ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണേ. അത്രേ ഉള്ളൂ ഇതിൻ്റെ വേഗമെന്ന് പറഞ്ഞാൽ. അത് ഉണക്കമീനായതുകൊണ്ടും പിന്നെ അത് പെട്ടെന്നായി കിട്ടും. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടുകൊണ്ട് നമുക്ക് വലിയ ജോലിഭാരമൊന്നുമില്ല, പെട്ടെന്ന് റെഡിയായിട്ട് വരും. നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മിക്ക ആൾക്കാരും ഈ മാങ്ങ കുരുകുരാന്നരിഞ്ഞൊക്കെ ആട്ടോ ഇടുന്നത്. പക്ഷേ ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മാങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ഇപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടിയെ. ഇനി നമ്മൾ ഇതിപ്പം വെള്ളമെല്ലാം നല്ലപോലെ വറ്റി എല്ലാം റെഡിയായി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇച്ചിരി പച്ചക്കറിയാപ്പില അതിൻ്റെ മേലെ പിച്ചി പറിച്ചിട്ടാണ് കേട്ടോ. അതിനൊരു പ്രത്യേക സ്മെല്ലാണ്. ഇത് കരിയാപ്പില ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് നമ്മുടെ കറി റെഡിയായി. നിമിഷ നേരം എന്ന് പറഞ്ഞ പോലെ മതി, കാരണം ഉണക്കമീനും പെട്ടെന്ന് വെന്ത് കിട്ടും, മാങ്ങായി ഒന്ന് ആവി കയറിയാൽ മതി. പിന്നെ ബാക്കിയുള്ളതൊക്കെ അറിയാമല്ലോ, ഒന്ന് തിള കിട്ടേണ്ട സംഭവങ്ങളുള്ള, വെള്ളം വറ്റുന്ന പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം. നല്ല സൂപ്പർ കറിയാണ്. ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായങ്ങളൊക്കെ അറിയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ.